ഹലോ, എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ പാൽപ്പാടയിൽ നിന്നും എങ്ങനെ നെയ്യ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിനായിട്ട് 2 ആഴ്ചത്തെ പാലിൻ്റെ പാടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് കടയിൽ നിന്നൊന്നും ഇനിയും നെയ്യ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മൾ പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാലാണ് എടുക്കേണ്ടത്. ഇപ്പം കട്ടിയുള്ള പാലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ പാട കിട്ടും. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്തു വെച്ചിരിക്കുന്ന പാലാണിത്. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഇത് നല്ലതായിട്ട് പാട പൊങ്ങി വന്നിട്ടുണ്ട്. ഈ പാട നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ എടുക്കുന്ന പാട ഞാൻ ഇത് ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് കേടാകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഏകദേശം ഒരു 2 ആഴ്ചത്തെ പാടയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത്രത്തോളം പാട കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം ക്രീമായിട്ടാണുള്ളത്. ഇനി നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലൊക്കെ അടിച്ച് ഫ്രഷ് ക്രീമായിട്ട് ഉപയോഗിക്കാം. ഇതിനി നമുക്ക് നെയ്യാക്കാനായിട്ട് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇത് ഉരുക്കി നെയ്യായിട്ട് ഉപയോഗിക്കാം. ഈ ക്രീം നമുക്ക് ഇനി ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ പാലിൻ്റെ അംശമൊക്കെ മാറിയിട്ട് നെയ്യൊക്കെ മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. നെയ്യൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഈ കാണുന്ന വൈറ്റ് കളറൊക്കെ നമുക്ക് ബ്രൗൺ കളറായി വരുന്നത് വരെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് നന്നായിട്ട് ബ്രൗൺ കളറൊക്കെ ആയില്ലെങ്കിൽ നെയ്യ് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഏകദേശമൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടെ നമുക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. നല്ല നെയ്യുടെ മണമൊക്കെ വരുന്നുണ്ട്. ഇത് നന്നായിട്ട് പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്യാം. പതയൊക്കെ മാറിയിട്ട് നമ്മുടെ നെയ്യ് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടൊക്കെ ഉണ്ട്. ഇത് ഏകദേശം ഒരു 100 ഗ്രാമോളം നെയ്യ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ശുദ്ധമായ നെയ്യ് റെഡി ആയിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം.
താങ്ക് യു.